ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബൊട്ടിക്ക് വന്നു, അതുപോലെ തന്നെ ഇനി നമുക്ക് ബെട്രോത്തലിൻ്റെ സാരി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജയലക്ഷ്മിക്ക് വന്നേക്കാണ് എറണാകുളം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ ഈ വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ബെട്രോത്തലിൻ്റെ സാരിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ജയലക്ഷ്മിയിൽ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ലത് കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഒരു 7-8 അങ്ങനത്തെ സാരികൾ എന്താ നോക്കാം. നമ്മൾ ആദ്യം മനസ്സം വന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് തരുള്ളൂ. ചേച്ചി ഒരു വാ ഇവിടെ അല്ലേ സാരി അല്ല, നോർമൽ സാരീസ്. ഇതിനൊക്കെയല്ലേ. അപ്പോൾ ആദ്യം വന്നിട്ട് ഞങ്ങൾ നോക്കിയത് ബനാറസി ടൈപ്പുള്ള സാരീസാണ് കേട്ടോ. ബനാറസി ജോർജറ്റിൻ്റെ ടൈപ്പുള്ള സാരീസാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് സ്വിച്ച് ചെയ്ത് നമ്മൾ വേറൊരു കാഞ്ചീപുരത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് എണ്ണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ബനാറസീൻ്റെ തന്നെ കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു ജോർജറ്റിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് കുഴഞ്ഞ് കിടക്കത്തില്ല. ബെട്രോത്തലിന് ഒരു ഫിനിഷ് ലുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ കാഞ്ചീപുരം പ്രിഫർ ചെയ്തത്. അപ്പോൾ 2-3 എണ്ണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെ ബനാറസിൻ്റെ, പക്ഷെ അവരിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളൊക്കെ നോക്കട്ടോ. എല്ലാം നോക്കും. കളർ ഒരു ഗുമ്മിന് ഈ കളർ എങ്ങനെ ഉണ്ടാവുന്നത്? ഇത് വേണ്ട. ഇത് ഇപ്പം ഈ കുട്ടിയുടെ അല്ലേ ടിനുവിൻ്റെ ആ കളർ ഉണ്ടോ? പിങ്ക് ആണോ? അതവര് ഇതാക്കൂല. പക്ഷേ ഞാൻ കുറേ ജീൻസിൻ്റെ ഇത് വലിച്ചു വയ്യാണ്ടല്ലേ. പക്ഷേ ഈ കട ഇപ്പൊ തക്കുടിനെ അത് ഉടുപ്പിച്ച് സിൽവറാ. അതില് കാഞ്ചീപുരത്തിന്റെ അത് നോക്കാം. അത് എടുത്ത് വെക്കാം. എന്നിട്ട് ഏതാന്ന് വെച്ചാൽ ഫൈനലൈസ് ചെയ്യാം. അതൊക്കെ വേണം. അതെ, അത് വില ഷോ വേണം. അതാണ് എനിക്ക് ഷോർട്ട്
നമുക്ക് ഷോർട്സ് വരുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഷോർട്സിന് ഇതും ഭംഗിയുണ്ട്, ഇതും ഭംഗിയുണ്ട് അല്ലേ? മുഖത്തിനൊരു വിറ്റുപോയതാ. ഇത് ഇതിന്റെ വേറെ പ്രിന്റ് വിറ്റുപോയത്. ഇതിന് സൂപ്പറാണ്. വിജയന്റെ ഞാൻ രണ്ടാം തരം ഇങ്ങനത്തെ ഓർഗൻസ പോലത്തെ എടുത്താലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ സിമ്പിള്. അതുപോലെ തന്നെ ഞാൻ അന്ന് സ്വാതി, അത് പിന്നെ അവിടെയല്ലേ അവിടെ കാഞ്ചീപുരം പോലത്തെ. അത് മാളും അവൾ ചീത്ത ഒരു കാണാ. അത് കൊള്ളാല്ലേ ആ കളറ്? പൊന്നു ഇതിനെ ഞാൻ എവിടെയെങ്കിലും ഇതൊന്ന് മാറ്റി തരാൻ പറ്റിച്ചു. അതുകൊണ്ടല്ല ഞാൻ ഉണ്ണിക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൊത്തത്തിലൊന്ന് മാറ്റി തരുമെന്ന് ചോദിക്കാൻ. ആ അങ്ങനത്തെ അതല്ല. ആ അപ്പോൾ ഫൈനലി നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇതാണ് എല്ലാവർക്കും വെച്ച് നോക്കിയപ്പോൾ ഇച്ചിരി കൂടി ഒരു നല്ലൊരു ലുക്ക് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു സാരി ഇതാണ്. നല്ലൊരു ബെഡ്റൂമിലൊക്കെ പറ്റുന്ന ഒരു റോയൽ ലുക്ക് കിട്ടുന്നൊരു സാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതെടുത്തത്. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ബ്ലൗസൊക്കെ തയ്ച്ച് വരുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്നാലും എനിക്കും പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും വേറെ ഓരോന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഫൈനലി നമ്മൾ എടുത്തത് ആ പീക്കോക്ക് ബ്ലൂ തന്നെയാണ്. അയ്യാതെ രസം ഉണ്ടാവില്ല. പക്ഷെ അത് എടുത്തു വരുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ലടി. ആ പിന്നെ നമ്മൾ ചേച്ചിക്കും കൂടി നോക്കിയായിരുന്നു കേട്ടോ. ചേച്ചി ആദ്യം വിചാരിച്ചിരുന്നത് സാരി ഉടുക്കാന്ന് തന്നെയാണ്. പിന്നെ ചേച്ചി തൃശ്ശൂർ പോയിട്ട് അവിടുത്തെ ജയലക്ഷ്മിന്ന് പിന്നെ ഗൗണാക്കാണ് ചെയ്തത് ബെഡ്റൂമിന്. അപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സാരീസ് ഒന്ന് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ചേച്ചി ഗൗൺ തന്നെയാണ് കേട്ടോ ചേച്ചി ബെഡ്റൂമിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാം ഒരുവിധം എടുത്തു. അതിൻ്റെ സാരി ഫോളും കാര്യങ്ങളും ലൈനിങ്ങും ഒക്കെ എടുത്ത് നമ്മൾ പേ ഒക്കെ ചെയ്ത് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവും. കാരണം നല്ല ലേറ്റായി. ഞങ്ങൾ ജയലക്ഷ്മിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7:30-7:45 ടൈമായിരുന്നു. പിന്നെ നമ്മളേക്ക് ഇനി തൃശ്ശൂർ എത്തണം. സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ വൈകിപ്പിക്കാൻ നിന്നില്ല. പിന്നെ ഈ ഒരു സാരിയും കൂടി എടുത്തായിരുന്നു കേട്ടോ. ഒരു രണ്ടാം തരം പോലെ ഈ ഒരു സാരിയും കൂടി എടുത്തായിരുന്നു. സോ അങ്ങനെ ഫൈനലി നമ്മുടെ സാരിയുടെ ഷോപ്പിംഗൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഇത് മെയിൻലി നമ്മുടെ ഫങ്ഷനായിട്ട് ബേസ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഫൈനലൈസ് ചെയ്ത് നമുക്ക് കയ്യിൽ സാധനം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് നമ്മൾ തൃശ്ശൂർ തന്നെയായിരിക്കും കൊടുക്കുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. സോ അതുവരെ ബൈ ബൈ.
സോ നമ്മുടെ പർച്ചേസ് കുറച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. സോ ബൈ ഗൈസ്.